ഹായ് ഹലോ, നമ്മളിന്നൊരു വാട്ടേറ്റിനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ഉള്ളി സാമ്പാറുമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചായയുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും സൈഷേട്ടനും അഭികുട്ടനും ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സൈഷേട്ടനെന്ന് ജോലിക്ക് പോയില്ല, അത് ലീവാണ്. കാരണം നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ അമ്പലത്തിൽ നിന്നാണ്, അന്നദാനമുണ്ട്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് യാത്രയാവുകയാണ്. അമ്പലം ഞങ്ങൾ വേണ്ടി കുറച്ച് ദൂരമാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ വില്ലടിച്ചാമ്പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് പൂജയും പിന്നെ തുള്ളലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൈഷേട്ടനൊക്കെയാണ് ചോറൊക്കെ വിളമ്പുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ്. അപ്പോൾ പന്തലിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് വെളിയിൽ നമുക്ക് ടേബിളൊക്കെ ഇട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ വെളിയിൽ രണ്ടെന്ന് കഴിച്ചത്. അപ്പോൾ സാമ്പാർ, പിന്നെ നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു, മുട്ടക്കോസ് തോരൻ ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു. സാമ്പാറൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അമ്പലത്തിലേക്ക് ഞങ്ങൾ സൈഷേട്ടനാണ് കൊണ്ടുപോയത്. തിരികെ വിളിച്ചിട്ട് വന്നില്ല, ആൾ നല്ല ബിസി ആയിരുന്നു, വിളമ്പാനൊക്കെ നിന്നുകൊണ്ട്. പിന്നെ ഞങ്ങൾ ശല്യപ്പെടുത്താൻ പോയില്ല. ഞാനും അഭിക്കുട്ടനും കൂടി വയലിൽ കൂടെ നേരെ ഇങ്ങ് വീട്ടിൽ നടന്നു വന്നു കേട്ടോ. അപ്പോൾ നല്ല വെള്ളമൊക്കെ നിറഞ്ഞെടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലേക്ക് വരാൻ. എന്നിരുന്നാലും ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മുറുക്കിരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും അഭിക്കുട്ടനും കിടന്ന് ഉറങ്ങി കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ സൈഷ്ടം വന്ന് കുളിച്ചിട്ട് വീണ്ടും കടയ്ക്ക് പോയി. ഫുഡ് മേടിക്കാനാണ് പോയത്. കാരണം ഞങ്ങളിവിടെ രാത്രി ചോറൊന്നും വെച്ചില്ല. അപ്പോൾ പൊറോട്ട മേടിച്ചിട്ടൊന്ന് പുറത്ത് പോയപ്പോൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ ചിക്കൻ സാലനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ആയപ്പോൾ പൊറോട്ട കഴിച്ചു. പിന്നെ രാത്രി അമ്പലത്തിൽ നിന്നും പോയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഉറങ്ങാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ അമ്പലത്തിലായിരുന്നു. അമ്പലത്തിൽ രാത്രി പൂജയൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ അമ്മയൊക്കെ വന്നുള്ളൂ. അപ്പോൾ അമ്മയൊക്കെ വന്നപ്പോൾ പൊങ്കാലൊക്കെ ഉണ്ടായിരുന്നു രാത്രി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് തിരളിയപ്പം കൊണ്ടുവന്നു. അമ്മ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ശർക്കരയൊക്കെ വെച്ചിട്ട് സൂപ്പറായിരുന്നു കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ തിരളിയപ്പം കഴിച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ.